ഹായ് ഫ്രണ്ട്സ്, പാർവതി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാസ്മിനെ ഉടൻ തന്നെ വിവാഹവേഷത്തിൽ കാണാൻ കഴിയുമെന്നും അതിന് ഒരു മാസത്തെ സാവകാശം വേണമെന്നും വക്കീലിനോട് ചോദിക്കുകയാണ് വിശാൽ. അത് കേട്ടിട്ട് ജാസ്മിൻ പറയുന്നു, ഒരു മാസമല്ല, ഒരു കൊല്ലം വേണമെങ്കിലും വിശാലിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. പ്രഭാവതി വക്കീലിനോട് പറയുന്നു, വക്കീലെ, വിശാൽ ഒരു വാക്ക് പറഞ്ഞാൽ തല പോയാലും അതിന്ന് മാറില്ല. സന്തോഷമായില്ലേ വക്കീലിന്? വിശാലിനോട് ഗാർഗി വളരെ സങ്കടത്തോടെ ചോദിക്കുന്നു, പാർവതിയെക്കുറിച്ച് ഒരു നിമിഷമെങ്കിലും ആലോചിച്ചിരുന്നെങ്കിൽ ഈ പാവത്തിനെ ആർക്ക് വേണമെങ്കിലും തട്ടിക്കളിക്കാമല്ലോ. പാർവതി ഈ കുടുംബത്തിലെ മരുമകളായി കാണാൻ കഴിയാവുന്ന ഈ അച്ഛനെ കുറിച്ച് ആലോചിച്ചിരുന്നെങ്കിൽ വിശാൽ പ്രോ ഇങ്ങനെയൊരു വാക്ക് നൽകില്ലായിരുന്നു. പ്രതാപൻ പറയുന്നു, എടി, നിന്നെ പോലെയല്ല വിശാൽ, അവനെ നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. ഗാർഗി ദേഷ്യത്തോടെ പറയുന്നു, ഞാൻ ആരോടും തർക്കിക്കുന്നില്ല. ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ വിവാഹമുള്ളൂ. അതുവരെ ഈ എഗ്രിമെന്റിന് വിലയുണ്ട്. ജാസ്മിനും വിശാൽ ബ്രോയും തമ്മിലുള്ള വിവാഹം മുടങ്ങിയ സ്ഥിതിക്ക് ഈ എഗ്രിമെന്റ് പ്രകാരം ജാസ്മിൻ ഔട്ട് ഹൗസിലേക്ക് താമസം മാറണം. അത് കേട്ടപ്പോൾ ജാസ്മിനും പ്രഭാവതിയൊക്കെ ഒന്ന് ഞെട്ടി. ജാസ്മിൻ പറയുന്നു, ഞാൻ ഔട്ട് ഹൗസിൽ താമസിക്കാനോ, എന്നെ കൊണ്ട് അതിന് കഴിയില്ല. താമസിച്ചേ പറ്റൂ. ഈ എഗ്രിമെന്റ് വെറുതെ കാണാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല എന്ന് രാധിക പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു, നീ ഔട്ട് ഹൗസിലേക്ക് താമസം മാറുകയും വേണം. നീ താമസിക്കുന്ന മുറിയിൽ ഇനി മുതൽ പാർവതി താമസിക്കുകയും ചെയ്യും. സംശയമുണ്ടെങ്കിൽ വക്കീലല്ലേ നിന്റെ പപ്പ, ഇത് വായിച്ചു നോക്കാൻ പറയേ എന്ന് പറഞ്ഞ് ആ എഗ്രിമെന്റ് വക്കീലിന്റെ കയ്യിൽ കൊടുക്കുകയാണ് ഗാർഗി. അങ്ങനെ വക്കീല് ആ എഗ്രിമെന്റ് വായിച്ചു നോക്കുന്നു. എന്നിട്ട് വക്കീൽ അത് തിരിച്ച് ഗാർഗിയെ ഏൽപ്പിച്ചിട്ട് ജാസ്മിനോട് പറയുന്നു, സമ്മതിച്ചേക്ക് മോളെ. രാധിക പറയുന്നു, എന്നാലും വിശാൽ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പാർവതി പറയുന്നു, വേണ്ട ചെറിയമ്മേ, വിശാൽ സാറിനെ കുറ്റപ്പെടുത്തണ്ട. അറിവും പഠിപ്പും ഒക്കെ ഉള്ള ആളല്ലേ വിശാൽ സാറ്. വിശാൽ സാറിന് തെറ്റ് പറ്റില്ല. ആ സമയം വിശാൽ അവിടുന്ന് പോയി. ഗാർഗിയും രാധികയും പിറകെ പോകുന്നു. ജാസ്മിൻ പാർവതിയുടെ അടുത്തേക്ക് വന്ന് പറയുന്നു, വിശാലിന്റെ നാവിൽ നിന്ന് തന്നെ നീ അത് കേട്ടില്ലേ, നീ തോറ്റു പോയടി. അത്രയും പറഞ്ഞ് വലിയ ജയിച്ച മട്ടിൽ പോവുകയാണ് ജാസ്മിൻ. എന്നാൽ വളരെ ദേഷ്യത്തോടെ ഗോപിനാഥ് കിടക്കുന്നു. ഗോപിനാഥിന് ഒന്നും പറയാനും സാധിക്കുന്നില്ല. ശേഷം കാണിക്കുന്നത് രാത്രിയിൽ തന്റെ മുറിയിൽ വന്ന് ഭിത്തിയിൽ വെച്ചിരിക്കുന്ന അമ്മയുടെ ഫോട്ടോയിലേക്ക് നോക്കി വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ് വിശാൽ. പുറത്ത് നല്ല മഴയും ഇടിയൊക്കെ ഉണ്ട്. ആ ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് ഒരു പുഞ്ചിരിയോടെ വിശാൽ പറയുന്നു, എന്നെ നോക്കി അമ്മ കണ്ണു ഇരിക്കുന്നുണ്ട്, എന്നെ വഴക്കും പറയുന്നുണ്ട്. ഈ മിന്നലും ഇടിവെട്ടും അതിന്റെ അടയാളമാണെന്ന് എനിക്കറിയില്ലേ. എന്നെ വഴക്ക് പറയല്ലേ അമ്മേ. ജാസ്മിന്റെ വിവാഹം നടക്കണമെന്ന് മാത്രമേ ഞാൻ വാക്ക് കൊടുത്തിട്ടുള്ളൂ. വരൻ ഞാനായിരിക്കുമെന്ന് ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല അമ്മേ. വിവാഹം കഴിയുന്നത് വരെ ജാസ്മിൻ ഇവിടെ തന്നെ താമസിക്കണമെന്ന് ഞാൻ പറഞ്ഞത് എനിക്കവളെ കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല. അവൾ ഇവിടെ വേണം, അവളുടെ ഏട്ടൻ ഇവിടെ വേണം, എല്ലാവരും ഇവിടെ തന്നെ വേണം. എന്നാലേ എന്നെ കൊല്ലാൻ കച്ചുകെട്ടി നടക്കുന്ന ആളെ എനിക്ക് കണ്ടെത്താൻ കഴിയൂ. ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? എന്റെ ജീവൻ എടുക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ട്. അയാൾ ഈ വീട്ടിൽ തന്നെയുണ്ട്. എനിക്ക് അയാളെ കണ്ടെത്തണം. ഞാൻ കണ്ടെത്തിയിരിക്കും. ഈ മിന്നൽ പിണറിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന ആളെ ഞാൻ കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടയിൽ എന്നെ അയാൾ അപകടപ്പെടുത്തിയാലോ എന്നല്ലേ? ഇല്ലമ്മേ, എന്റെ പാർവതി എനിക്ക് കാവൽ നിൽക്കുന്നുണ്ടല്ലോ, ഞാൻ പോലും അറിയാതെ. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ എന്റെ പാർവതി എന്ന് പറഞ്ഞുകൊണ്ടാണോ? എനിക്ക് അബദ്ധം പറ്റിയതല്ലമ്മേ. അവൾ എന്റെ പാർവതി തന്നെയാണ്, വിശാലിന്റെ സ്വന്തം പാർവതി. വിശാലിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണിനെ സ്ഥാനമുള്ളൂ, അത് എന്റെ പാർവതിയാണ്. നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മളെ എല്ലാവരെയും സ്നേഹിക്കും. നമ്മൾ വെറുക്കുമ്പോഴും നമ്മളെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ സ്നേഹം. ആ സ്നേഹം എനിക്ക് പാർവതിയിൽ നിന്ന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വിശാലിന്റെ ഈ ജന്മം ഇനി പാർവതിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പാർവതിയോടൊപ്പം എനിക്ക് സ്വസ്ഥമായി ജീവിക്കണമെങ്കിൽ എന്നെ ജീവൻ ലക്ഷ്യമിട്ട് നടക്കുന്നവരെ എനിക്ക് കണ്ടെത്തിയേ മതിയാകൂ. അതാരാണെന്ന് ഞാൻ കണ്ടെത്തുന്ന നിമിഷം അവരുടെ അവസാനമായിരിക്കും. അമ്മയുടെ മോനായി പറയുന്നത് എന്നും വിശാൽ അമ്മയ്ക്ക് വാക്ക് കൊടുക്കുന്നു. പിന്നീട് കാണിക്കുന്നത് രാവിലെ പാർവതി കുളിച്ച് സുന്ദരിയായിട്ട് സെറ്റ് സാരിയൊക്കെ എടുത്ത് കയ്യിൽ ഒരു വിളക്കുമായിട്ട് തുളസിത്തറയുടെ അരികിലേക്ക് വരുന്നു. പാട്ടും പാടുന്നുണ്ട്. ആ പാട്ട് കേട്ട് മുകളിൽ വിശാൽ നോക്കുന്നു. വിശാൽ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പ്രഭാവതിയും സുശീലയും അതുപോലെ താഴേക്ക് വരുന്നു. ഗാർഗിയും വിജയമ്മയും താഴെ നിന്നും പുറത്തേക്ക് വന്ന് നോക്കുന്നു. പാട്ട് പാടുന്നതിനോടൊപ്പം തന്നെ ആ തുളസിത്തറയുടെ മുന്നിൽ നിന്നും പാർവതി ഡാൻസും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്നും ഒരു തുളസി കതിരെടുത്ത് തന്റെ മുടിയിൽ ചൂടുകയാണ് പാർവതി. ഗായത്രിയുടെ ഫോട്ടോയിലേക്ക് നോക്കിയ ശേഷം വിജയമ്മ പുറത്തേക്ക് പോയപ്പോൾ ഗായത്രി തന്നെ പാർവതി ഗായത്രിയായി തോന്നുകയാണ് അമ്മയ്ക്ക്. ആ തുളസിത്തറയ്ക്ക് ചുറ്റും തൊഴുതുകൊണ്ട് വലം വെക്കുകയാണ് ഗായത്രി. വളരെ സന്തോഷത്തോടെ വിജയമ്മ അത് കാണുന്നു. അങ്ങനെ പാർവതി ഡാൻസ് ചെയ്ത് തിരിഞ്ഞപ്പോൾ എല്ലാവരും ഉമ്മറത്ത് തന്നെ നോക്കി നിൽക്കുന്നു. ചമ്മലോടെ തിരിഞ്ഞു നിൽക്കുകയാണ് പാർവതി. വിജയമ്മ പാർവതിക്ക് അരികിലേക്ക് വരുന്നു. സന്തോഷത്തോടെ മോളെ എന്ന് വിളിച്ചപ്പോൾ ഗായത്രി തിരിഞ്ഞു നോക്കുന്നതായിട്ട് അമ്മയ്ക്ക് കാണുന്നു.
ഗായത്രി എന്തിനാ പാട്ട് നിർത്തിയത്? ബാക്കി കൂടി പാടോ എന്ന് അമ്മ പറയുന്നു. അത് കേട്ട് വിശ്വസിക്കാനാകാതെ ചുറ്റുമുള്ളവർ നിൽക്കുന്നുണ്ട്. വിശാൽ പുഞ്ചിരിയോടെ മനസ്സിൽ വിചാരിക്കുന്നു, പാർവതിയെ അമ്മ ഗായത്രി എന്നാണല്ലോ വിളിച്ചത്. വിജയമ്മ ഗായത്രിയോട് പറയുന്നു, നിന്റെ പാട്ട് കേട്ടിട്ട് എത്ര നാളായി? ഒന്നുകൂടി പാടൂ ഗായത്രി. വിശ്വസിക്കാനാകാതെ ഗാർഗി വിശാലിനോട് പറയുന്നു, ബ്രോ പാർവതിയെ അച്ഛമ്മ വിളിച്ചത് കേട്ടില്ലേ? ഗായത്രിന്ന്. അയ്യോ, അച്ഛമ്മയുടെ കിളി പോയെന്നാ തോന്നുന്നത്. വിശാൽ പറയുന്നു, അതെ, കിളി പോയതൊന്നുമല്ല, അമ്മയുടെ സെറ്റുമുണ്ടാണ് പാർവതി ഇപ്പോൾ അണിഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ പാട്ടും അമ്മ പതിവായി പാടാറുണ്ടായിരുന്നതാണ്. രണ്ടും കൂടി കണ്ടപ്പോൾ ഇത് അമ്മയാണെന്ന് അച്ഛമ്മയ്ക്ക് തോന്നിക്കാണും. ദേഷ്യത്തോടെ സുശീല അവിടേക്ക് വന്നു. അമ്മയുടെ കണ്ണിന് വല്ല സൂക്കേടും ഉണ്ടോ? ഇവളെ കണ്ടിട്ട് ഗായത്രി ചേച്ചിയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലേ അമ്മയുടെ കണ്ണിന് എന്തോ സാരമായിട്ടുള്ള തകരാറുണ്ട്. ഗായത്രി ചേച്ചി മഹാലക്ഷ്മി ആയിരുന്നില്ലേ? ചേച്ചിയുടെ 7 അയലത്ത് വരുമോ ഈ അടുക്കള പണിക്കാരി? തൊലി വെളുപ്പുണ്ടെന്ന് വെച്ച് സായിപ്പാവില്ലല്ലോ. പാർവതി വിജയമ്മയോട് പറയുന്നു, അച്ഛമ്മേ ഇത് ഞാനല്ലേ പാർവതി. ദേഷ്യത്തോടെ വിജയമ്മ സുശീലയോട് പറയുന്നു, എന്റെ കണ്ണിനെ ഒരു കുഴപ്പവും ഇല്ല സുശീലെ, തിമിരം ബാധിച്ചിരിക്കുന്നത് നിനക്കും നിന്റെ ആൾക്കാർക്കുമാണ്. ആ പാട്ടും ഈ വേഷവും കണ്ടിട്ട് ഗായത്രിയാണെന്ന് തോന്നിപ്പോയി മോളെ, അത്രേ ഉള്ളൂ. സന്തോഷത്തോടെ ഗാർഗി അവരുടെ അടുത്തേക്ക് വന്നു. പാർവതിയിൽ ഗായത്രി അമ്മയുടെ ആത്മാവ് കയറിയിട്ടുണ്ടാകും. ഗായത്രി അമ്മയും പാർവതിയും ഒന്നാണെന്ന് ഗായത്രി അമ്മ തന്നെ അച്ഛമ്മയുടെ മനസ്സിൽ തോന്നിപ്പിച്ചിട്ടുണ്ടാകും. പാർവതിയാണ് ഈ വീട്ടിലെ മരുമകളെന്ന് ഗായത്രി അമ്മ പ്രഖ്യാപിച്ചതാണ്. ഇനിയെങ്കിലും എല്ലാവരും അതൊന്ന് അംഗീകരിക്ക്. എന്നിട്ട് പ്രഭാവതിയെ അടുത്തേക്ക് വിളിക്കുകയാണ് ഗാർഗി. ഞാൻ പറയുന്നത് വിശ്വാസമായിരുന്നില്ലെങ്കിലേ പാർവതിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കെന്നും ഗാർഗി പറയുന്നു. അങ്ങനെ പ്രഭാവതി പാർവതിയെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ പ്രഭാവതിക്കും അത് ഗായത്രിയായിട്ട് തോന്നുന്നു. സുശീലയോട് പറയുകയാണ് ഗാർഗി, പാർവതിയെ ശരിക്കൊന്ന് നോക്കാൻ പറയുന്നു. പാർവതിയെ കണ്ടിട്ട് രണ്ടാൾക്കും ഗായത്രി അമ്മയോട് തോന്നിയില്ലേ? എനിക്കും അങ്ങനെയാണ് തോന്നിയത് എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ പ്രഭാവതി മനസ്സിലോർക്കുന്നു, അപ്പോ ഇവള് ഗായത്രി കണ്ടു എന്ന് പറയുന്നതിൽ തെറ്റില്ലാതില്ല. ഇനി മുതൽ ഇവളിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. വിജയമ്മ പറയുന്നു, ഗാർഗി പറഞ്ഞത് ശരിയാണ്. മോളെ കാണുമ്പോൾ ഗായത്രി എവിടെയും പോയിട്ടില്ല എന്ന് തോന്നുകയാണ്. അത് കേട്ട് പുഞ്ചിരിയുടെ വിശാലം അവിടേക്ക് വന്നിട്ട് പറയുന്നു, അതെ, ഇത് എന്നും ഓർത്തു വെക്കാനുള്ള നല്ല ഒരു മുഹൂർത്തമാണ്. അതുകൊണ്ട് ഇവരുടെ ഒപ്പം എനിക്കൊരു സെൽഫി എടുക്കണം. അങ്ങനെ പാർവതിയെ അടുത്തേക്ക് ചേർത്ത് നിർത്തിയിട്ട് വിശാൽ സെൽഫി എടുക്കാൻ തുടങ്ങിയപ്പോൾ ഗാർഗി പറയുന്നുണ്ട്, ഞാനും ഉണ്ടെന്ന്. അങ്ങനെ അവർ 3 പേരും കൂടി ഒരു സെൽഫി എടുക്കുന്നു. അത് കണ്ട് ദേഷ്യത്തോടെ പ്രഭാവതിയും സുശീലയും. പിന്നീട് കാണിക്കുന്നത് ഉദയന്നൂരിൽ അംബിക മുറ്റം തൂക്കുന്നു. പല്ലവി അവിടേക്ക് വന്നിട്ട് പറയുന്നു, അമ്മയെ സുരഭി പറയുന്നത് കേട്ടിട്ടേ കൊതിയാവുകയാണ്. നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത തുണിത്തരങ്ങള് പട്ടണത്തിലുണ്ടത്രേ. സുരഭിയും അവളുടെ ചേട്ടനും കൂടി തിങ്കളാഴ്ച പോകുന്നുണ്ട്. എന്നോടും കൂടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്ന് പോയിക്കോട്ടെ അമ്മേ. അംബിക പറയുന്നു, നീ ഇതൊന്ന് എടുത്ത് ആ പറമ്പിലൊഴിക്കൊന്ന് കളഞ്ഞേ. അംബിക തൂത്തുവെച്ചിരുന്ന ചപ്പായിരുന്നു അത്. അംബിക പറഞ്ഞതുപോലെ അനുസരിക്കുകയാണ് പല്ലവി. അമ്മ എന്താ ഒന്നും പറയാത്തത്? സുരഭിയോടൊപ്പം ഞാനും പോയിക്കോട്ടെ എന്ന്. അംബിക പറയുന്നു, നീ എടുക്കുന്ന തുണികളുടെ കാശ് സുരഭി കൊടുക്കുമോ? ഇല്ല, ഞാൻ തന്നെ കൊടുക്കണം എന്ന് പല്ലവി പറഞ്ഞപ്പോൾ അംബിക വീണ്ടും ചോദിക്കുന്നു, അതിന് നിന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടോ എന്ന്. എന്റെ കയ്യിൽ എങ്ങനെയാ, അമ്മ തന്നെ തരണം എന്ന് പല്ലവി പറഞ്ഞപ്പോൾ അംബിക പല്ലവിയെ കളിയാക്കി പറയുന്നു, ഇന്നലെ രാത്രി അച്ചടിച്ച കുറച്ച് ക്യാഷേ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും നീ ഒരു 10,000 രൂപ എടുത്തോ. നിന്റെ ഒരു ആഗ്രഹമല്ലേ, ഇനിയിപ്പോ സാർജ് തന്നില്ല എന്ന് പറയില്ലല്ലോ. ദേഷ്യത്തോടെ പല്ലവി പറയുന്നു, ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, അമ്മയാന്നൊന്നും ഞാൻ നോക്കില്ല. അംബിക തന്റെ വിഷമങ്ങൾ പറയുന്നു, എടി ചിട്ടി മുടങ്ങിയിട്ട് 3 മാസമായി. അതെങ്ങനെ അടയ്ക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാ ഇവിടെ ഒരു സെറ്റും കൂടി എടുക്കണം. തൽക്കാലം ഉള്ളത് ചുറ്റി നടന്നാ മതി എന്ന് പറഞ്ഞ എങ്ങനെയാ? എനിക്ക് വലിയ ആഗ്രഹങ്ങള്, പുത്തൻ പാവാടയും ബ്ലൗസും ഒക്കെ ഉടുത്ത് എന്നും ഈ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞാൽ മതിയോ? ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണ്ടേ എന്ന് പല്ലവി പറഞ്ഞപ്പോൾ അംബിക പറയുന്നു, പട്ടണത്തിലെ തുണിയിട്ട് നടന്നാൽ പൈസ താനേ വരുമെന്നാണോ നീ പറയുന്നത്? പല്ലവി പറയുന്നു, പൈസ അല്ല വരുന്നത്, പൈസയുള്ള ചെക്കന്മാരാ വരുന്നത്. എന്റെ കൂട്ടുകാരികളൊക്കെ പറയും, പല്ലവി നിന്നെ കാണാൻ എന്ത് ഭംഗിയടി, നല്ല കാശുള്ള വീട്ടിലെ ചെക്കന്മാര് നിന്നെ കണ്ടാലേ അപ്പ തന്നെ കൊത്തിക്കൊണ്ട് പോകുന്നു. കാശുള്ള വീട്ടിലെ ചെക്കന്മാർക്ക് ഈ സൗന്ദര്യം മാത്രം പോരാ, നല്ല ഫാഷനും വേണം. നല്ല ഫാഷനുള്ള ഡ്രസ്സുകളെ പട്ടണത്തിലേ കിട്ടോ. അതുകൊണ്ടാ ഞാനും കൂടി പോയിക്കോട്ടെ എന്ന് പറഞ്ഞത്. അമ്മയ്ക്ക് വല്ലോ മനസ്സിലാവുന്നുണ്ടോ? മുത്തശ്ശൻ അവിടേക്ക് എത്തി. ക്ഷേത്രത്തിൽ ഉത്സവം തീരുമാനിച്ച കാര്യം പറയുന്നുണ്ട് മുത്തശ്ശൻ. ഉത്സവമായോണ്ട് മുത്തശ്ശന് കുറെ ദക്ഷിണപ്പണം കിട്ടില്ലേ, അതിൽ നിന്ന് കുറച്ച് പണം എനിക്ക് തരൂ എന്ന് പല്ലവി മുത്തശ്ശനോട് ചോദിക്കുന്നു. പട്ടണത്തിലെ തുണിക്കടയിൽ നിന്നും കുറച്ച് നല്ല തുണികൾ വാങ്ങിക്കാനാണ്. മുത്തശ്ശൻ പറയുന്ന ഉത്സവമായതുകൊണ്ട് ആൾക്കാര് ദേവിക്ക് പട്ടുസാരി സമർപ്പിക്കും. അതിൽ നിന്നും മോള് 2-3 എടുത്തോ എന്ന് മുത്തശ്ശൻ പറയുന്നു. പട്ടുസാരി മാത്രമാക്കണ്ട, കിരീടവും കൂടി വെക്കാം. എന്നിട്ട് നോക്കി നിൽക്കുന്നവരോട് ഞാനാണ് ഉദയന്നൂർ ദേവി എന്ന് പറയാം. അമ്മയും കണക്ക മുത്തശ്ശനും കണക്ക എന്ന് പറഞ്ഞ് പല്ലവി അകത്തേക്ക് പോയി.
കോടീശ്വരി ആവാനുള്ള മോഹം അവൾക്ക് പണ്ടേ ഉള്ളതാണ്. വിശാല് വന്ന് പാർവതിയെ കെട്ടിയതോടെ ആ മോഹം ഇരട്ടിയായി. ഇപ്പോ അവൾക്ക് ചേച്ചിയെക്കാളും വലിയ ക്യാഷുകാരിയാകണം എന്നൊക്കെ അംബിക മുത്തശ്ശനോട് പറഞ്ഞപ്പോൾ മുത്തശ്ശൻ പറയുന്നു, ഓരോരുത്തരുടെ തലയിൽ ഓരോന്ന് എഴുതിയിട്ടുണ്ട്, അതേപടിയെ സംഭവിക്കൂ. ശേഷം കാണിക്കുന്നത് ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയാണ് ഗാർഗിയും രാധികയും. പ്രതാപൻ അവിടേക്ക് വന്നു. ശരിക്കും ഗായത്രി ചേച്ചി തന്നെയാണോ എന്ന് വിശ്വസിച്ചു പോകും. അതേ ശബ്ദമാതിരി, അതേ ആഠ്യത്വം എന്നൊക്കെ രാധിക ഗാർഗിയോട് വളരെ സന്തോഷത്തോടെ പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു പുച്ഛത്തോടെ നോക്കി നിൽക്കുകയാണ് പ്രതാപൻ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.